മാർച്ച് 7 ചമ്മനം ചാക്കോ ജന്മദിനം. ആക്ഷേപഹാസ്യ കവിതകളിലൂടെ തീക്ഷ്ണമായ സാമൂഹ്യ വിമർശനം നടത്തി ഏറെ ജനപ്രീതി നേടിയ കവിയാണ് ചമ്മനം ചാക്കോ. 1926 മാർച്ച് 7 കോട്ടയം ജില്ലയിലെ മുളക്കുളത്ത് ചമ്മനം കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മലയാള ഭാഷയിൽ ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം കേരള സർവകലാശാലയിലെ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം നയിച്ചു. അതീവ ലളിതമായ ഭാഷയിൽ ഏറ്റവും പ്രസക്തമായ സാമൂഹ്യ വിഷയങ്ങൾ തീക്ഷ്ണ വിമർശന രീതിയിൽ അവതരിപ്പിച്ച് കുഞ്ചൻ നമ്പ്യാരുടെയും സഞ്ജയൻ്റെയും പിൻഗാമി എന്ന നിലയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിച്ചു. 3/4 നൂറ്റാണ്ടോളം നീണ്ട കാവ്യസപരിയിൽ 50-ലേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കുഞ്ചൻ നമ്പ്യാർ അവാർഡ്, സഞ്ജയൻ അവാർഡ് തുടങ്ങി അനവധി പുരസ്കാരങ്ങളും നേടിയ ചമ്മനം ചാക്കോ 2018 ഓഗസ്റ്റ് 15 അന്തരിച്ചു. ബോംബെ രവി ചരമദിനം. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി ഭാഷകളിലായി 250-ലധികം ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ അനശ്വര സംഗീത സംവിധായകൻ ബോംബെ രവി എന്ന രവിശങ്കർ ശർമ്മ 2012 മാർച്ച് 7 മുംബൈയിൽ അന്തരിച്ചു. 1926 മാർച്ച് 3 ഡൽഹിയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രവിശങ്കർ ശർമ്മ എന്നാണ്. 1950-കൾ മുതൽ ഉത്തരേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് മെലഡികളുടെ വിസ്മയം തീർത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ 1986 ഹരിഹരൻ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ ബോംബെ രവി എന്ന പേരിൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തി. നഖക്ഷതങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം സംഗീതം നൽകിയ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിന് KS ചിത്രയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1986 തന്നെ ബോംബെ രവി സംഗീത സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമയിലെ ഗാനങ്ങളും ഏറെ ഹിറ്റായി. 1988 വൈശാലി എന്ന സിനിമയിൽ ബോംബെ രവി സംഗീതം നൽകിയ ഇന്ദുപുഷ്പം ചൂടി എന്ന ഗാനത്തിലൂടെ ചിത്രയ്ക്ക് വീണ്ടും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. തുടർന്ന് മലയാള സിനിമയ്ക്ക് അനവധി ഹിറ്റ് ഗാനങ്ങൾ ബോംബെ രവി സമ്മാനിച്ചു. 2 പ്രാവശ്യം മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ അദ്ദേഹത്തിന് 1971 പത്മശ്രീ ബഹുമതിയും ലഭിച്ചു. അനശ്വരനായ ആ സംഗീത സംവിധായകൻ 2012 മാർച്ച് 7 അന്തരിച്ചു. റേ ടോംലിൻസൺ ചരമദിനം. വാർത്താവിനിമയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഇമെയിലിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ റെയ്മണ്ട് സാമുവൽ ടോംലിൻസൺ എന്ന റേ ടോംലിൻസൺ. 1941 ഏപ്രിൽ 23 അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജനിച്ച അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം 1967 BBN ടെക്നോളജീസ് എന്ന കമ്പനിയിൽ ചേർന്നു. ഈ കമ്പനിയിൽ വച്ചാണ് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തിയതും ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമായ ആർപ്പാനെറ്റ് വികസിപ്പിച്ചെടുത്തതും. ലോകത്തിലെ ആദ്യത്തെ ഇമെയിൽ സന്ദേശം അയച്ചത് ഇദ്ദേഹമാണ്. ഇമെയിലിൻ്റെ പ്രതീകമായ @ എന്ന ചിഹ്നത്തിൻ്റെ അവതാരകനും റേ ടോംലിൻസനാണ്. 2016 മാർച്ച് 7 അദ്ദേഹം അന്തരിച്ചു.